മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. റെയിൽവേ പാർക്കിംഗ് ഫീസ് ഭീമമായി വർദ്ധിപ്പിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് യാത്രക്കാർ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ സ്റ്റേഷനുകളിലാണ് ജൂൺ 1 മുതൽ ഫീസ് വർധന പ്രാബല്യത്തിൽ വന്നത്. നിരക്കിൽ 10 രൂപ മുതൽ 400 രൂപ വരെയാണ് കൂടിയത്. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ജൂൺ മാസത്തിൽ നിലവിൽ വന്ന റെയിൽവേയുടെ പുതുക്കിയ പാർക്കിംഗ് നിരക്ക് യാത്രക്കാർക്ക് തിരിച്ചടിയാകുന്നു. അമിതമായ ഈ ചാർജ് വർധനവ് പിൻവലിക്കണമെന്ന് യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിൽസ് ആവശ്യപ്പെടുന്നു. 8 മണിക്കൂർ വരെ പാർക്കിങ്ങിന് 15 രൂപ ഈടാക്കിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 50 രൂപയും തുടർന്ന് 8 മണിക്കൂറിന് ശേഷം 24 മണിക്കൂർ വരെ 80 രൂപയുമായാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് മന്ത്ലി പാസ് അനുവദിച്ചിരുന്നത്. അതാകട്ടെ 200 രൂപയിൽ നിന്നും ഒറ്റയടിക്ക് 600 രൂപയായി ഉയർത്തിയിരിക്കുകയാണ് റെയിൽവേ ചെയ്തിരിക്കുന്നത്. ഈ പകൽ കൊള്ളയ്ക്കെതിരെ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവർ ശബ്ദമുയർത്തണമെന്നാണ് ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥന. ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് MP തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർക്ക് കത്ത് നൽകി. സ്വാന്തന സജു തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. വെൽക്കം ബാക്ക് സ്വാന്തന സജു. നിരക്കിൽ വരുത്തിയിരിക്കുന്ന വർധന, അതിലൊരു മാറ്റമുണ്ടാകുമെന്ന് കരുതാൻ കഴിയുമോ? യാത്രക്കാർക്ക് എത്രത്തോളം ഇതൊരു വെല്ലുവിളിയായി മാറും? സുജയ, സ്വാഭാവികമായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ കൂടുതൽ ആളുകളും, പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ തന്നെയാണെങ്കിൽ അവർ ബൈക്കിലും കാറിലും ഒക്കെ വന്ന് റെയിൽവേ സ്റ്റേഷനുകളിൽ വണ്ടി വെച്ചതിന് ശേഷം ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കും. അത്തരം ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ആയിരിക്കുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ജൂൺ 1 തീയതി മുതൽക്ക് തന്നെ റെയിൽവേയിലെ പാർക്കിംഗ് ഫീസുകൾ കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ യാത്രക്കാരൊക്കെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. സുജ, നമുക്ക് ഇവിടെ തന്നെ നോക്കാം. സുജ, ഇതിപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഫീസാണ്. ഇപ്പം നമ്മൾ വെക്കുന്ന സമയം തൊട്ട് 2 മണിക്കൂർ വരെ 2 വീലർ പാർക്ക് ചെയ്യുകയാണെങ്കിൽ 15 രൂപയാണ് ഈടാക്കുന്നത്. ഈ 15 രൂപ എന്ന് പറയുന്നത് ജൂൺ 1 മുൻപ് വെറും 5 രൂപ മാത്രം ആയിരുന്നു എന്നുള്ളത്. അതിപ്പോൾ 10 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഈ 4 വീലർ പാർക്ക് ചെയ്തിരുന്നതിന് നേരത്തെ 10 രൂപയായിരുന്നു. 2 മണിക്കൂർ വരെ ഇവിടെ ഒരു 4 വീലർ പാർക്ക് ചെയ്യണമെങ്കിൽ അതിൽ 10 രൂപയായിരുന്നു. അതിപ്പോൾ 40 രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ 2 വീലറിന്റെ കാര്യം മാത്രമാണ്. അതുപോലെ തന്നെ 4 വീലറും മറ്റ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തു. ഇപ്പം നേരത്തെ 4 വീലറിനും ഓട്ടോയ്ക്കും ഒക്കെ വേറെ വേറെ പൈസയായിരുന്നു ഈടാക്കിയിരുന്നതെങ്കിൽ 3 വീലർ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു റേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 3 വീലർ ഓട്ടോയ്ക്കും കാറിനും ഒക്കെ ഒരേ നിരക്ക് ഈടാക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ സ്ഥിരമായി ജോലിക്ക് പോകുന്ന ആളുകളാണ് എങ്കിൽ അവർക്ക് മന്ത്ലി പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സൗകര്യം കൂടി ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടുത്തെ ജീവനക്കാരോട് തന്നെ ചോദിച്ചോക്കാം, ഈ മന്ത്ലി പാർക്കിംഗ് എത്രയാണ് ഇപ്പോൾ? 600 രൂപ. മറ്റ് വാഹനങ്ങൾക്കൊക്കെ ഇപ്പൊ എങ്ങനെയാണ് റേറ്റ് കൂട്ടിയിട്ടുണ്ട്? സുജയ, ഇപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞത് ബൈക്ക് വെച്ച് ബൈക്കിന് മാത്രമാണ്, 2 വീലറിന് മാത്രമാണ് ഈ മന്ത്ലി പാർക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം രാവിലെ കൊണ്ടുവന്ന് ബൈക്ക് വെച്ചിട്ട് പോകുന്ന ഒരാൾക്ക് വൈകുന്നേരം വന്ന് ബൈക്ക് എടുക്കാം. അപ്പം സ്ഥിരമായി അങ്ങനെ വെക്കുന്ന ഒരാൾക്ക് മന്ത്ലി പാർക്കിംഗ്, നമ്മൾ ഈ സീസൺ ടിക്കറ്റ് എടുക്കുന്നത് പോലെ തന്നെ മന്ത്ലി പാർക്കിംഗ് സൗകര്യം അവൈലബിൾ ആയിട്ടുണ്ട്. അത്തരം സൗകര്യത്തിന് ഇപ്പോൾ നേരത്തെ 200 രൂപയായിരുന്നതാണ് ഇപ്പോൾ 600 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞപ്പോൾ 600 രൂപയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 400 രൂപയോളമാണ് വർധനവ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സീസൺ ടിക്കറ്റ് ഒക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം ഈ 600 രൂപ എന്നൊക്കെ പറയുന്നത് സീസൺ ടിക്കറ്റിന്റെ പോലും, ട്രെയിൻ ടിക്കറ്റിന്റെ സീസൺ നിരക്ക് പോലും ഇതിലും കുറവാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ പൈസ കൊടുത്ത് വേണം ഈ സീസൺ ടിക്കറ്റ് എടുക്കാൻ അല്ലെങ്കിൽ പാർക്കിംഗ് ടിക്കറ്റ് എടുക്കാൻ എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഈ സാധാരണയായി ജോലിക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്. അത് മാത്രമല്ല, ഈ പാർക്കിംഗ് സമയത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. സുജ, നേരത്തെ ഇപ്പോൾ ഈ 2 വീലർ 8 മണിക്കൂർ വരെ പാർക്ക് ചെയ്യുന്നതിന് 30 രൂപയാണ് ഈടാക്കിയിരുന്നത്. 12 മണിക്കൂർ വരെ പാർക്ക് ചെയ്യുന്നതിന് 30 രൂപയാണ് ഈടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ 12 മണിക്കൂർ, 2 തൊട്ട് 12 മണിക്കൂർ എന്നുള്ളത് മാറ്റി 8 മണിക്കൂറാക്കി ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ഷിഫ്റ്റിന്റെ സമയം എന്ന് പറയുന്ന ഏതൊരു കമ്പനിയിലായാലും 8 മണിക്കൂർ ആയിരിക്കും ഷിഫ്റ്റിന്റെ സമയം തന്നെ. അപ്പോൾ ഈ വണ്ടി വെച്ച് പോയിട്ട് തിരികെ വരുന്നതിന് മുമ്പ് ആ 8 മണിക്കൂർ കഴിക്കണം. അപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് വീണ്ടും അധിക പൈസ അല്ലെങ്കിൽ 12 മണിക്കൂറിന്റെ പൈസ നൽകേണ്ടി വരികയാണ് എന്നുള്ളതും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലുതായി ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർക്ക് ഒരു കത്ത്
കത്ത് നൽകിയിട്ടുണ്ട്. യാത്രക്കാരെല്ലാം വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഉടനെ ഒരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുജയ, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ സ്റ്റേഷനുകളിലാണ് ഇത്തരത്തിൽ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ മുതൽ ഏതാണ്ട് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വരെ ഇതിൽ പെടുന്നതാണ്. അതിനുശേഷമുള്ളത് പാലക്കാട് ഡിവിഷനിൽ വരുന്ന റെയിൽവേ സ്റ്റേഷനുകളാണ്. അപ്പോൾ അവിടെ ഇത് നിലവിൽ ഇത്തരത്തിൽ നിരക്ക് വർധനവ് വന്നിട്ടില്ല. അപ്പോൾ ഉടൻ തന്നെ അവിടെയും ഈ നിരക്ക് വർധനവ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മാത്രമല്ല പല റെയിൽവേ സ്റ്റേഷനുകളിലും പല പൈസയാണ് ഈടാക്കുന്നത്. റെയിൽവേ പറഞ്ഞ പ്രകാരമുള്ള പൈസ അല്ല, അതിനപ്പുറം ചിലയിടങ്ങളിൽ അതിനപ്പുറമുള്ള പൈസ ഈടാക്കുന്നുണ്ട് എന്നുള്ള ഒരു പരാതി കൂടി ആളുകൾ പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്കറിയാം ഈ പൈസയൊക്കെ കൊടുത്ത് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വെച്ചിട്ട് പോകുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ഒരു ഷീറ്റെങ്കിലും അടിച്ചിട്ടുണ്ട് പല റെയിൽവേ സ്റ്റേഷനുകളിലും. അതുപോലും നമുക്ക് ഈ വാഹനങ്ങളൊക്കെ കണ്ടറിയാം, ഇതൊക്കെ ഇങ്ങനെ വെയിലത്തിരിക്കുകയാണ്. എത്ര സമയം ഈ വാഹനങ്ങൾ ഇങ്ങനെ വെയിലത്ത് കിടക്കേണ്ടി വരും എന്നുള്ളത് നമ്മുടെ ഒരു ചോദ്യമാണ്. വെയിലായാലും മഴയായാലും അതൊക്കെ കൊണ്ട് ഇവിടെ തന്നെ കിടക്കും. ചില വാഹനങ്ങൾ മോഷണം പോകും, ഇതിൽ നിന്ന് എണ്ണ ഊറ്റിയെടുക്കുന്ന ആളുകളുണ്ട്, അത്തരത്തിലുള്ള മോഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. ശരി, എന്തായാലും അതൊരു വലിയ പ്രശ്നമാണ്.